രാവിലെ അങ്ങനെ നടക്കാൻ ഇറങ്ങി. പപ്പി ഫുൾ ആക്റ്റീവാണ്. പോകുന്ന വഴിക്ക് ഹരിയുടെ അമ്മേനൊന്ന് കണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറേ കാലത്തിന് ശേഷം ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ദിവസങ്ങൾ ഇതാന്ന് പറയുമ്പോഴേക്കാണ് കടന്നുപോയത്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ പട്ടിക്കൂട്ടം എനിക്ക് നേരെ പാഞ്ഞു വരുന്നത്. നമ്മുടെ പപ്പിനെ ആക്രമിക്കാൻ വേണ്ടിയാണ്. പപ്പിക്കുട്ടനെ കയ്യിലെടുത്ത് കല്ലെടുത്ത് ഒരൊറ്റ ഏറങ്ങോട്ട് എറിഞ്ഞ് അവന്മാർ പേടിച്ച് ദൂരേക്ക് പോയി. പിന്നെ മോർണിംഗ് വാക്കിൻ്റെ റൂട്ട് അങ്ങോട്ട് മാറ്റി. എൻ്റെ തറവാടിൻ്റെ മുറ്റത്തുകൂടി പുഴയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ കൊച്ചു തറവാട് കണ്ടില്ലേ, എൻ്റെ കാരണന്മാർ താമസിച്ച വീടാണ്. ഒരു കാലത്ത് 10-30 അംഗങ്ങൾ ഒന്നിച്ച് താമസിച്ച വീടാണ്. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാം ഒരു ഓർമ്മകളായി. കുറച്ചങ്ങ് നടന്ന് അങ്ങനെ പുഴയിലെത്തി. ശരീരത്തിൽ കുറച്ച് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് സൺലൈറ്റ് ഉണ്ട് കൊള്ളാമെന്നുള്ള പ്ലാനിലാണ്. നല്ലൊരു സൺറൈസ് കണ്ട്. പപ്പി ലൈഫിൽ ആദ്യമായിട്ടാണ് സൺറൈസ് പുഴയിൽ നിന്ന് കാണുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ മെല്ലെ പുഴയിലൂടെ നടക്കാൻ തുടങ്ങി. നമ്മുടെ കൊച്ചു ഏർമാടം കണ്ടില്ലേ, ഏർമാടത്തിൻ്റെ പണികൾ ഇനിയും തീർക്കാണ്ട്. പപ്പിക്ക് ശരത്തിൻ്റെ അച്ഛനെ നന്നായി ഇഷ്ടമായിക്കണ്. അവൻ നന്നായി വാലാട്ടി ഒപ്പമുണ്ട്. ശരത്തിൻ്റെ അച്ഛൻ ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്ത്. കുറച്ച് നേരം അവർ രണ്ടുപേരും കൂടി കുശലം പറയണത് ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. കണ്ണേട്ടാ കണ്ണേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ആരെന്ന് നോക്കിയപ്പോൾ വേറെ ആരുമില്ല, നമ്മുടെ പപ്പിക്കുട്ടി തന്നെ. അവൻ മെല്ലെ നടത്താൻ സ്റ്റോപ്പ് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ എന്ത് പറ്റിയെന്ന്. അവൻ എന്നോട് പറഞ്ഞ്, അതെന്താ കുറേ തൂണുകൾ പുഴയിൽ പൊന്തിയിരിക്കണ്. അളി ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, എടാ അത് നമ്മുടെ പുഴയിൽ വന്ന റെഗുലേറ്ററാണ്, നിനക്ക് മനസ്സിലായില്ലേ. എന്തായാലും ഞാൻ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അളിയൻ കിളി പോയി നിൽക്കണ്. വേറൊന്നുമില്ല, ഫ്രണ്ടിലൊരു വലിയ കുഴിയുണ്ട്, അതിൽ വീഴാൻ പോയി. ഇവൻ മാത്രമല്ല, ധാരാളം പേര് വീഴാൻ പോയിട്ടുണ്ട് ഈ കുഴിയിൽ. എറണാകുളത്ത് നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. മണൽ എന്തോ ആവശ്യത്തിന് എടുത്ത് വലിയ കുഴിയായിട്ടുണ്ട് പുഴയിൽ. ഇതിനൊക്കെ ആരാണ് അനുമതി കൊടുക്കുന്നത്? അതും പാലത്തിൻ്റെ ബീഡിങ് എല്ലാം കെട്ടിപ്പോക്കിയ സ്ഥലത്ത് തന്നെ. ഞാൻ പപ്പീനെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കി. എടാ പപ്പി, ഇത് 2016-ലോ 2017-ലോ തുടങ്ങി വെച്ച പണിയാണ്. ഇപ്പോഴും ഇതിൻ്റെ ഫില്ലറിൻ്റെ പണിയടക്കം കഴിഞ്ഞിട്ടില്ല. അറിയാം, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, വികസനം വരുമ്പോൾ വരും. അതുകൊണ്ട് നീ തൽക്കാലം ഒന്ന് സൂക്ഷിച്ച് നടക്കും. ശരിക്കും നമ്മുടെ നാട്ടുകാർ തന്നെ ഒരു പുഴ സംരക്ഷണ സമിതി രൂപീകരിക്കണം. എന്നിട്ട് അതിൻ്റെ എഞ്ചിനീയർമാർക്ക് ഇത്ര സമയത്തിനുള്ളിൽ പണി തീർക്കാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വാങ്ങാം. എന്നാലേ പുഴയിലെ പണി തീരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കണം പപ്പി, എന്നാലേ വികസനം ആവത്തുള്ളൂ. അല്ലെങ്കിൽ വികസ്വരായിട്ട് ഇനിയുള്ള കാലം മൊത്തം പോകേണ്ടി വരും. അപ്പം എന്നാൽ കാണാട്ടാ, വേറെ ആരോടുള്ള നമ്മുടെ പപ്പിയോട് തന്നെ.